ഓയ് എവിടുക്കാ? ഞാനേ മോന്റെ കല്യാണം ശരിക്കണേ. അപ്പൊ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. അപ്പൊ കാക്കാനെ തെരഞ്ഞു പോവാണ് ഞാൻ. കാക്കാനെ തെരഞ്ഞ് കാക്ക കുറച്ച് നേരത്തെ പോയില്ലേ? കാക്കോടെ പാടത്തുണ്ടാവും. അപ്പൊ മൂപ്പരൊന്ന് ശരിയായി പെണ്ണ് അത് കുറച്ച് ദൂരത്തുനിന്നാണ്. അപ്പൊ അതിനെ പറ്റി ഡേറ്റ് തന്നെ കാക്ക നിങ്ങൾ പറയുന്നു വേണ്ട, ഞങ്ങൾക്ക് വരാലോ. ഡേറ്റ് ഒക്കെ ഞാൻ പറയാം. ഒരു സമയമുണ്ട്, പറച്ചിൽ തുടങ്ങിയിട്ടില്ല. ഇല്ല. അപ്പൊ ഞാൻ കറക്റ്റ് സമയമൊക്കെ ഞാൻ പറയാം. ആയിക്കോട്ടെ. അപ്പൊ ഓഡിറ്റോറിയത്തിന്റെ ഡേറ്റ് ആദ്യം കിട്ടേണ്ടി വരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല എങ്ങായി ഇതിപ്പോ വണ്ടി എടുക്കലില്ലേ? അസ്സലാമലൈക്കും. ഞാൻ നിങ്ങളെ തെരഞ്ഞു വരും ഇനി. അപ്പൊ മോന്റെ കല്യാണൊക്കെ റെഡി ആയിക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. അതിന് ഞാൻ നിങ്ങളെ തെരഞ്ഞു അന്വേഷിച്ച് നടക്കുകയാണ്. ഓഡിറ്റോറിയം അല്ല, പെരയിൽ ഇപ്പൊ അതിനുള്ള സൗകര്യം ഇല്ല. പെരയിൽ സൗകര്യം കുറവാണ്. ഞാൻ ഈ പൂളക്കൊമ്പുകളെല്ലാം കൂടി രാവിലെ തന്നെ ആ ചെറുക്കന്മാരോടൊന്ന് വെട്ടി നേരാക്കി കമ്പാക്കി വെക്കാൻ പറഞ്ഞു. നമ്മളാ മറ്റേ കണ്ടത്തിലേ ഒരു 100 കൊമ്പ് കുത്താണ്ട്. ശരി. അപ്പൊ അതൊന്ന് ആ പഹന്മാരെ കുട്ടികളോടൊരു പണി പറഞ്ഞു. എല്ലാത്തിനുമാണ് ഈ പൊരി വെയിലത്ത്. ഞാനിപ്പോ എന്താ നാട്ടിലെ ചൂട്. ഇന്റെ ഈ പ്രായത്തിനനുസരിച്ച് ഈ വെയിൽ കൊള്ളാൻ വെക്കും എനിക്ക്. പറഞ്ഞാ കുട്ടികളെ കേൾക്കൂല. ഇങ്ങനെ തരും നടത്തി ഈ കൊമ്പെല്ലാം കൂടി ഒന്ന് ആഞ്ഞുകാണ്ട് ഒന്ന് നേരാക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ഓഡിറ്റോറിയം പെരയില് പറ്റൂലേ? സൗകര്യം കുറവാണ്. ഓ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? ഓഡിറ്റോറിയം ഇപ്പൊ നമുക്ക് ഏൽപ്പിച്ചിടീന് താറാറില്ല. അതിനുള്ള മെയിൻ സംഗതി എന്താ വെച്ചാലേ, ഓഡിറ്റോറിയത്തിന് പെരയിലെ പന്തലിടനെക്കാട്ടിയൊക്കെ ചെലവ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മണ്ടി ചെല്ലേ. പക്ഷെങ്കിൽ അവിടെ ചില പോയത്തങ്ങളുടെ ശ്രദ്ധിക്കണം. എന്താ? ഓഡിറ്റോറിയത്തിനാണ് മണ്ടി ചെല്ലുമ്പോൾ പറയാം 50,000. പിന്നെ ആ സ്റ്റേജിന്മേൽ ഒരു സോഫ കൊണ്ടുപോയിട്ട് അതിന് 1000 വേറെ കൊടുക്കണം. വാച്ച്മാനെ നിർത്തിക്കുന്ന ഓന് 2000 വേറെ കൊടുക്കണം. ഇത് ക്ലീനിങ്ങിന് അറിഞ്ഞാൽ വേറെ 2000 കൊടുക്കണം. ഇങ്ങനെ പല വകുപ്പുകളായിട്ട് ഒരു കായും വാങ്ങും. അതിന്റെയും പുറമെ എല്ലാ ഓഡിറ്റോറിയത്തിന്റെ കാര്യമല്ല പറയണ്ടേ. നമ്മൾ പുറത്തുനിന്ന് എന്ത് സാധനം ഭക്ഷണമൊക്കെ പ്ലേറ്റ് കൊണ്ടാനേക്കൂല. ഓല പ്ലേറ്റ് എടുക്കണം എന്നറിയും. ആ പ്ലേറ്റ് എടുക്കണേന് നമുക്ക് കുഴപ്പമില്ല. ഓല എടുത്ത് എപ്പോഴും നമ്മളിത് കഴിഞ്ഞാട് ബില്ല് കൊടുക്കാൻ നേരത്ത് ഒരു 20 പ്ലേറ്റ്, ഒരു 25 പ്ലേറ്റ് പൊട്ടിയതുണ്ടാവും. അതാ ഇന്തോനേഷ്യന്റെ തുർക്കിന്റെ ഒക്കെ പ്ലേറ്റ്. അതിന് 150 ഉറുപ്പ്യ. ഈ 25 പ്ലേറ്റ് ആ നീലപ്പെട്ടിയിൽ ഇട്ട് കണ്ടിട്ട് കൊടുന്ന് വെച്ചു. ഇതിന്റെ കായ് 3000 ഉറുപ്പ്യ 3500 ഉറുപ്പ്യ ഉണ്ടാവും. ആ കായ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതെന്താവും, ഈ ഓഡിറ്റോറിയത്തിന്റെ മുതലാളി ഇത് അറിയില്ല. ഇത് ഈ പണിക്കാരുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ എന്താ വിചാരിച്ച് ആ പൊട്ടിയ പ്ലേറ്റ് ആ കായ് കൊടുത്താണ്ട് മായി കൊണ്ടുവരുന്നു. അല്ല ഞാൻ ആ പ്ലേറ്റ് തന്നെയാണ് പിറ്റേന്ന് പോലെ പിറ്റേന്നത്തെ കല്യാണക്കാർക്കും അതിൽ കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് അത് കൊടുക്കാണ്ട് കാട്ടി കൊടുക്കാണ്. അപ്പൊ എന്നും പ്ലേറ്റ് പൊട്ടിയതേക്കാരം. അപ്പൊ ഈ പൊട്ടിയ പ്ലേറ്റ് ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടുകഴിഞ്ഞാല് അതേമാതിരി പിറ്റേന്നും ആ പ്ലേറ്റ് തന്നെയാണ് കാട്ടി കൊടുക്കുക. അല്ല എന്നും ഇങ്ങനെ പ്ലേറ്റ് കൊട്ടുക. ആ പ്ലേറ്റ് കൊണ്ടുപോകാൻ പറ്റിയ ഓഡിറ്റോറിയം ഉണ്ടാ നോക്ക്. അതുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് അത് ചോദിച്ചിട്ട് വിളിച്ചേണ്ടി. അപ്പൊ ഞാനാണ്ട് വരുന്നത്. ഈ പാഹേമാർ ഇവിടെ കള്ള് കുടിച്ചു കണ്ടുള്ള കുപ്പി മീമ്പ ഈ പണ്ടാരം ഈ കണ്ടത്തിലിട്ട് ഇത് ഇനിയിപ്പോ അയച്ചാമ ഒന്ന് പൂട്ടി നന്നാക്കിയിട്ട് മോഡം വെക്കാനുള്ള എങ്ങനെ ഇതൊക്കെ എല്ലാ കുടിച്ച് നായ്ക്കളൊന്നും നന്നാവൂല. എന്തോ ഒരു കഷ്ടാണ്.